ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു റഡാർ സിസ്റ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ റഡാർ സിസ്റ്റത്തിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ എന്തായാലും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഈ വീഡിയോ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ആർഡിനോ നാനോ പ്രോഗ്രാം ചെയ്തെടുക്കാം. അപ്പോൾ ആർഡിനോ നാനോ തന്നെ ഉപയോഗിക്കണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ആർഡിനോ ബോർഡ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഈ കോഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആർഡിനോ IDE ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഈ കോഡ് അപ്ലോഡ് ചെയ്യുന്നത്. OTG ഉപയോഗിച്ചുകൊണ്ട് ആർഡിനോ ഡ്രോയിഡ് എന്നൊരു ആപ്പ് വഴി നിങ്ങൾക്ക് ഇതിൻ്റെ ഈ കോഡ് ആർഡിനോയിലോട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ആർഡിനോയുടെ 5 വോൾട്ട് പിന്നിൽ നിന്നും ഒരു ജമ്പർ വയർ എടുത്തിട്ട് അത് ബ്രെഡ് ബോർഡിലോട്ട് കണക്ട് ചെയ്യാം. ഇനി നമുക്കൊരു HC-SR04 അൾട്രാസോണിക് സെൻസർ എടുക്കുക. എന്നിട്ട് അതിന്റെ VCC ബ്രെഡ് ബോർഡിലെ 5 വോൾട്ട് പിന്നായിട്ട് കണക്ട് ചെയ്യുക. ട്രിഗർ ആർഡിനോയുടെ D10 പിന്നായിട്ടും എക്കോ D11 പിന്നായിട്ടും GND ആയിട്ടും നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അൾട്രാസോണിക് സെൻസറിന്റെ കണക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് SG90 സെർവോ എടുക്കുക. അതിന്റെ യെല്ലോ വയർ അഥവാ സിഗ്നൽ വയർ D12 പിന്നായിട്ട് കണക്ട് ചെയ്യാം. റെഡ് വയർ 5 വോൾട്ട് പിന്നായിട്ടും ബ്രൗൺ വയർ GND ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിന്റെ കണക്ഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി ഈ സെർവോ നമുക്ക് ഇവിടെ ഒട്ടിക്കാം. എന്നിട്ട് അതിന്റെ പുറത്തായിട്ട് ഈ സെൻസറും വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒട്ടിക്കാം. അപ്പോൾ ഇതിന്റെ പ്രോസസ്സിംഗ് കോഡ് നമുക്കിനി അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആർഡിനോ നമുക്ക് ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് റഡാർ പോലെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇതിൽ നിന്ന് ലഭിക്കുന്ന ആ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് പ്രോസസ്സിംഗ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കോഡും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർഡിനോയുടെ കോഡ് തന്നെ ഇതിന്റെ അകത്ത് പേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ പ്രോസസ്സിംഗിന്റെ കോഡ് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇനി ഇതിന്റെ പ്ലേ ബട്ടണിൽ നമുക്ക് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്യും. ഇവിടെ എന്തായാലും ഒരു എറർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആർഡിനോ പ്രോഗ്രാം ചെയ്യാൻ നേരത്തെ ഒരു കോം പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ കോം പോർട്ട് 3 ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാറ്. എന്നുവെച്ചാൽ കോം പോർട്ട് 3 ഞാൻ ആർഡിനോ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോം പോർട്ട് 3 നമ്മൾ ഇവിടെ ആർഡിനോ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കോം പോർട്ട് 4 ആയിരിക്കാം, 2 ആയിരിക്കാം, ചിലപ്പോൾ 1 ആയിരിക്കാം. അപ്പോൾ ഞാനിവിടെ ആർഡിനോ കോഡ് അപ്ലോഡ് ചെയ്ത ആ പോർട്ട് കോം 3 ആണ്. അപ്പോൾ ആ പോർട്ടിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ആർഡിനോ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പ്രോസസ്സിംഗ് കോഡിലും കോം 3 ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിച്ചത് കോം 2 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 കൊടുക്കുക, 1 ആണെന്നുണ്ടെങ്കിൽ 1 കൊടുക്കുക, 4 ആണെന്നുണ്ടെങ്കിൽ 4 കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിന്റെ മെയിൻ കാര്യം ഇതാണ്. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ പ്രൊജക്റ്റ് വർക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ലാപ്ടോപ്പോ അഥവാ ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആവശ്യമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, കമ്പ്യൂട്ടർ ഉപയോഗിക്കാതെ ജസ്റ്റ് ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോണിലെല്ലാം കിട്ടുന്ന രീതിയിൽ ഈ ഒരു റഡാർ സംവിധാനം ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ഉടനടി തന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ ഈ ഒരു സംവിധാനത്തിന് ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ കിടപ്പുണ്ട്. പക്ഷെ അതിന് 200 രൂപ ചാർജ് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ ഈ ഒരു ആപ്പ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് തികച്ചും ഫ്രീ ആയിട്ടായിരിക്കും. പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ ഫെബിൻ പീറ്റർ സൈനിങ് ഓഫ്.